Hi guys, welcome back to my channel. അങ്ങനെ നമ്മൾ ഓണം റെസിപ്പീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 2 ദിവസം മുമ്പായിട്ട് ഞാൻ കുക്കൊന്നും ചെയ്യാത്ത റോ ആയിട്ടുള്ള ഇഞ്ചിപ്പുളി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അവിയലാണ്. ഞാൻ സാധാരണ നമ്മൾ പാലക്കാട് സ്റ്റൈൽ ഉണ്ടാക്കുന്ന അവിയൽ, അതായത് വെള്ള കളറിലുള്ള അവിയൽ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. 2-3 വർഷം മുമ്പ് തന്നെ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് മഞ്ഞ അവിയലാണ്. എനിക്ക് തോന്നുന്നു പാലക്കാട് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എല്ലാവിടെയും മഞ്ഞ കളറിലുള്ള അവിയലാണ്. അപ്പം ഞാൻ ഇതുവരെ ചാനലിൽ ഇട്ടിട്ടില്ല. സോ ഞാൻ ഇന്ന് മഞ്ഞ കളറിലുള്ള അവിയലാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെന്താ, ഞാനിങ്ങനെ 2 ദിവസമായിട്ട് ഞാൻ വിചാരിച്ചു മിനിയാന്ന് 2 ദിവസം മുമ്പ് ഇഞ്ചിപ്പുളിയുടെ റെസിപ്പി ഇട്ട സമയത്ത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യണമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷേ എന്താ ചെയ്യുക, ഭയങ്കര മടിച്ചാണ് ഞാൻ. മീൻസ് കുക്ക് ചെയ്യുന്നുണ്ട്, വീട്ടിലൊക്കെ കുക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ക്യാമറ എടുത്ത് വെച്ചിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ജോലിയാണ്, എക്സ്ട്രാ ഒരു പ്രോസസ്സാണ്. സോ ആ ഒരു ഷൂട്ടിംഗ് പ്രോസസ്സിൽ ഞാൻ കുറച്ച് ഇങ്ങനെ മടിപ്പിടിച്ച് ഇങ്ങനെ മാറ്റി ഇരിക്കുകയായിരുന്നു. മീൻസ് ലൈക്ക് എന്താ പറയുക, ഒന്ന് പ്രൊക്കാസിനേറ്റ് ചെയ്ത് ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ എന്നെ തന്നെ പുഷ് ചെയ്തിട്ട്, കാരണം നിങ്ങൾക്ക് എന്തായാലും ഓണം സദ്യ റെസിപ്പീസ് ഞാൻ പുതിയത് കുറേ ഇടണമെന്ന് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചതാണ്. സോ എന്തായാലും നിങ്ങൾക്ക് നല്ല നല്ല റെസിപ്പീസ് കൊണ്ടുവരുന്നതാണ്. സോ നമുക്ക് ഇന്ന് അവിയലായിട്ട് തുടങ്ങാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അവിയൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് അവിയൽ. പക്ഷേ പല ഭാഗത്തും പല രീതിയിലാണ് അവിയൽ കണ്ടുവരുന്നത്. ഇന്ന് ഞാൻ ശരിക്കും ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു അവിയൽ, മഞ്ഞ അവിയൽ കാണിച്ചു തരാം. അതിൽ എനിക്ക് പറ്റുന്ന എല്ലാ മാക്സിമം വെജിറ്റബിൾസും ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്, ഞാൻ കാണിച്ചു തരാം. പക്ഷേ ചില സ്ഥലത്ത് ഇതിൽ അരപ്പിൽ ചെറിയുള്ളി ചേർത്തരയ്ക്കാറുണ്ട്, ചില സ്ഥലത്ത് വെളുത്തുള്ളി ചേർത്തരയ്ക്കാറുണ്ട്, ചില സ്ഥലത്ത് രണ്ടും ചേർത്തരയ്ക്കാറുണ്ട്. ഇന്ന് അതൊന്നുമില്ല, അല്ലാതെ തേങ്ങയും പച്ചമുളകും ജീരകവും ഇട്ടിട്ട് അരയ്ക്കുന്ന ഒരു മഞ്ഞ അവിയലാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പം എങ്ങനെയാണ് അവിയൽ ഉണ്ടാക്കേണ്ടതെന്നുള്ളത് കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ കാണണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇനിയും ഒരുപാട് ഓണം റെസിപ്പീസ്, എക്സൈറ്റിംഗ് ആയിട്ടുള്ള പുതിയ റെസിപ്പീസ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഓരോ പച്ചക്കറിയായിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഞാൻ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കാണിച്ചു തരുന്നത്. ഇത് തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു 4-5 പേർക്ക് കഴിക്കാനുള്ള അളവുണ്ട്. നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ വരും. ഓക്കെ, അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 1/2 കപ്പ് വരും നീളത്തിലരിഞ്ഞ ചേനയാണ്. ആ ചേന ഞാൻ കട്ട് ചെയ്ത് ഉടനെ വെള്ളത്തിലായിട്ട് വെച്ചു. എനിക്ക് ചേന ഇപ്പോഴും കൈ ചൊറിയുന്നതാണ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ കൈ ചൊറിയുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ചിട്ട് മുറിച്ചാൽ മതി കേട്ടോ. അപ്പം ഞാനത്തെ ചേന വേണമെങ്കിൽ നീളത്തിൽ, അവിയലിന് എപ്പോഴും കഷ്ണങ്ങൾ നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നീളത്തിൽ ഇതാ അവിയലിന് ചേന കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് വാഴക്കയാണ്, അതായത് കായ. ഓക്കെ, അപ്പം കായയും ഞാനിവിടെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കായയുടെ പകുതിയെ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഇതും ഏകദേശം ഒരു 1/2 കപ്പ് ഉണ്ട്. തൊലിയൊക്കെ കളഞ്ഞിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്താണ്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് കുമ്പളങ്ങയും കുറച്ച് വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത്. കുമ്പളങ്ങ ഒരു 1/4 കപ്പ് വരും, വെള്ളരിക്കയും ഒരു 1/4 കപ്പ് വരും, അത്രയേ ഉള്ളൂ. അപ്പം ഇതും ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക. രണ്ടും ഏകദേശം ഒരേപോലെയാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് രണ്ടും 1/4 കപ്പ് വീതം എടുത്തത് കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത്, ഇതൊരു ഓപ്ഷണലാണ്. ഞാനിതിലേക്ക് കുറച്ച് നീളത്തിലരിഞ്ഞ നമ്മുടെ നാടൻ വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം നീളത്തിലരിഞ്ഞ് വെച്ചതാണ്. ഒരു വലിയ വഴുതനങ്ങയുടെ പകുതിയും ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. ചിലവർ ചേർക്കും, ചിലവർ ചേർക്കില്ല. പിന്നെ അവിയൽ എന്ന് പറയുന്നത്, നമ്മൾ പൊതുവേ കേട്ടിരിക്കുന്നത് അവിയലിൽ എല്ലാ പച്ചക്കറിയും ആഡ് ചെയ്യുന്നുള്ളതാണ്. പക്ഷേ എല്ലാ പച്ചക്കറിയും നമ്മൾ ആഡ് ചെയ്യില്ല ഇതിൽ അവിയലിൽ. ഉരുളക്കിഴങ്ങൊന്നും ആക്ച്വലി അവിയലിൽ ആഡ് ചെയ്യാറില്ല, പൊതുവേ ഞാൻ കണ്ടിട്ടില്ല. ഇനി ഞാൻ പറഞ്ഞ പോലെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് അവിയൽ ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ എപ്പോഴും ആഡ് ചെയ്യാറില്ല. ഞാൻ കുറേ കണ്ടതിലും വീട്ടിലും ഒക്കെ ചോദിച്ചാലും ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യാറില്ല. സോ എല്ലാ പച്ചക്കറിയും ആഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതേമാതിരി അവിയൽ എങ്ങനെയാണ് ഉണ്ടായതെന്ന് വെച്ചാൽ, ഭീമസേനൻ ആണ് ഈ അവിയൽ എന്നുള്ളൊരു ഡിഷ് കണ്ടുപിടിച്ചത് എന്നാണ് കേട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വായിച്ചിരിക്കുന്നത്. ഉണ്ടായിരുന്ന പച്ചക്കറികളിൽ എടുത്തിട്ടാണ് അവിയൽ ഉണ്ടാക്കിയത്. ബാക്കി വന്ന പച്ചക്കറികളിൽ നിന്നാണ് അവിയൽ ഉണ്ടായത് എന്നാണ് ഒരു കഥ കേട്ടിരിക്കുന്നത് കേട്ടോ.
ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി പച്ചക്കറി എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. നമ്മൾ വഴുതനങ്ങ വേണമെങ്കിൽ ഓപ്ഷണലാണ്, ഞാൻ മിക്കപ്പോഴും ആഡ് ചെയ്യാറില്ല. ഇന്ന് നമ്മൾ സദ്യ റെസിപ്പി ആയതുകൊണ്ട് ഞാൻ വഴുതനങ്ങ എടുത്തുവെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കൊരു ക്യാരറ്റ് വേണം. ഞാൻ ഒരു വലിയ ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ നീളത്തിൽ കട്ട് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം പിന്നെ നമുക്ക് വേണ്ടത് ഒന്നല്ലെങ്കിൽ നമുക്ക് അമര പയർ എടുക്കാം. അമരയുടെ പയർ മൊത്തമായിട്ടുള്ളത് എടുക്കാം, കട്ട് ചെയ്തിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അച്ചിങ്ങാപ്പയർ, വള്ളിപ്പയർ എന്ന് പറയുന്ന സാധനം, അത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ അതൊരു 2-3 ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് മുരിങ്ങക്കായാണ്. മുരിങ്ങക്കായ ഞാനൊരു വലിയ മുരിങ്ങക്കായുടെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത്രയും മതി. പിന്നെ ഇതിൽ നമ്മൾ കട്ട് ചെയ്ത് ഉടനെ വെള്ളത്തിലിട്ട് വെക്കേണ്ട സാധനം വാഴക്കയും, അതായത് കായയും ചേനയും ഒന്ന് കട്ട് ചെയ്ത് ഉടനെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കുക. ബാക്കിയൊന്നും വെള്ളം വേണമെന്നില്ല. പിന്നെ ചേനയ്ക്ക് എപ്പോഴും വേവ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിന്ന് ചട്ടിയിലാണ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. പിന്നെ ഒരു കാര്യം കാണിച്ചു തരാൻ പറഞ്ഞു പോയി, ഇതിൻ്റെ പുതിയ സ്റ്റൗവാണ് കേട്ടോ. പഴയ സ്റ്റൗ അല്ലാതെ എണ്ണയൊക്കെ തെറിച്ചിട്ട് വല്ലാതെ കേടുവന്നു. അപ്പം പുതിയ സ്റ്റൗ വാങ്ങി. ഇത് ഫാബറിൻ്റെയാണ്, 3 ബേണറുള്ള സ്റ്റൗവാണ്. ഓക്കെ, ഞാൻ ഓൾറെഡി കുക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വന്നിട്ട് കുറേ ആയി, ഒരാഴ്ചത്തോളമായി. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് നമുക്ക് ചെയ്യാൻ തുടങ്ങാം. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ചട്ടിയിലാണ് ചെയ്യാൻ പോകുന്നത്. ഇതിലേക്ക് ഞാൻ മീഡിയം ഫ്ലെയിമിലേക്കാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചേനയാണ്. എപ്പോഴും അവിയലിൽ ചേനയ്ക്കാണ് ഇത്തിരി കുക്കിംഗ് കൂടുതലുള്ളത്. സോ ഈ ചേന പെട്ടെന്ന് കുക്കാവുമോ കുറച്ച് സമയം എടുക്കുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ ചേന കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചേന ഒന്ന് പെട്ടെന്നൊന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിക്കാൻ വയ്ക്കാം. വെന്ത ശേഷം നമുക്ക് ഇതൊന്ന് പകുതി മുക്കാൽ വേവ് ആവുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിന് ശേഷം കാണിച്ചു തരാം. ഇപ്പോൾ ഏകദേശം വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ആയിട്ടുണ്ട്. 5 മിനിറ്റ് ആയിട്ടുണ്ടാവും. നമുക്കൊന്ന് തുറന്നിട്ട് ബാക്കി വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ കറക്റ്റ് ആയിരിക്കും വെന്ത് വരുന്ന സമയത്ത്. അപ്പം ഞാൻ ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് വാഴയ്ക്കാണ്, കായയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ജസ്റ്റ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതേമാതിരി നമ്മൾ കട്ട് ചെയ്ത് വെച്ച കുമ്പളങ്ങയും വെള്ളരിക്കയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് ചട്ടി നിറഞ്ഞിട്ടുണ്ട്. അതേമാതിരി ക്യാരറ്റ്, വഴുതനങ്ങ ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പയറും മുരിങ്ങക്കായും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇത് വേവിക്കാം കേട്ടോ. അപ്പം മഞ്ഞൾപ്പൊടിയാണ് നമുക്ക് കുറച്ച് കൂടുതൽ വേണ്ടത്. ഞാനിപ്പോൾ ഏകദേശം 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ടീസ്പൂണാണ് കേട്ടോ, അതുകൊണ്ടാണ് കുറേ പ്രാവശ്യം ഇടുന്നത്. അതേമാതിരി ചെറിയൊരു 1/2 ടീസ്പൂണോളം അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മതിയാവും മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഇനി ഇത് ഒന്ന് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കട്ടെ. അതിനുശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഓക്കെ, എല്ലാം ഒന്ന് ഒതുങ്ങി നന്നായിട്ട് വരും. ഇനി നമുക്ക് അരപ്പ് അരയ്ക്കാനുണ്ട്. അപ്പം അരപ്പിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പം നമ്മൾ അരപ്പ് അരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു വലിയ പച്ചമുളക് കേട്ടോ, ഭയങ്കര നീളമുണ്ട്, ഒരു ബീൻസിൻ്റെ നീളമുണ്ട്. അപ്പം ഈ ഒരു വലിയ പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ നോക്കിയിട്ട് 2-3 എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം പച്ചമുളക് ഞാൻ മിക്സിയുടെ കുട്ടി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, നമുക്കൊരു 1ന്റെ പകുതി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു നുള്ള് ജീരകം, ഒരു 2-3 നുള്ള് ജീരകം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു 1/4 ടീസ്പൂൺ വരണ മാതിരി കണ്ടോ.
ഒരു 1/4 ടീസ്പൂൺ വരുന്ന മാതിരി ജീരകം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കട്ടെ. അതിനുശേഷം നമുക്ക് തേങ്ങ ഇട്ടിട്ട്, അവിയലിന് തേങ്ങ നന്നായിട്ട് അരയാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് ഒന്ന് ക്രഷ് ചെയ്ത് ചതച്ചെടുക്കാനേ പാടുള്ളൂ. ഓക്കെ, അരയാനേ പാടില്ല അത്. അപ്പം നമുക്ക് ആദ്യം ഈ പച്ചമുളകും ജീരകവും ഒന്ന് അരഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ആദ്യം ഒന്ന് കറക്കി എടുക്കുന്നത് കേട്ടോ. അപ്പം ഞാനൊന്ന് കറക്കി എടുക്കട്ടെ. ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ, ചെറുകിയ തേങ്ങ നമുക്ക് വേണ്ടത് ഏകദേശം ഞാനൊരു 1/2 കപ്പോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുകിയ തേങ്ങ. ഓക്കെ, എന്നിട്ട് വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് എടുക്കാൻ പോവുകയാണ്. അപ്പം പൾസ് ചെയ്ത് വന്ന ശേഷം നമുക്ക് എന്താ പറയുക, നമ്മുടെ അവിയലൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ, അല്ലാതെ തന്നെ അരക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചെറുതായിട്ട് കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് നമുക്ക് എല്ലാം ഒന്ന് യോജിച്ചിട്ട് വന്നാൽ മാത്രം മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ കറക്റ്റായിരിക്കും. നമുക്ക് അവിയലിൻ്റെ കഷ്ണങ്ങളൊന്ന് നോക്കാം, എന്നിട്ട് ഇളക്കി കൊടുക്കണം. ഈ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഇളക്കുന്നത് കാണാതിരുന്നത്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തേക്കും ആ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ഒന്ന് യോജിപ്പിക്കുകയാണ് കേട്ടോ. കഷ്ണം ഉടയ്ക്കാതെ മാക്സിമം നോക്കിക്കോളും, വെന്ത് കുഴയാൻ പാടില്ല. ഓക്കെ, ഇളക്കാനുള്ള സൗകര്യത്തിന് ഞാൻ കുറച്ചുകൂടെ വലിയ പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്, വലിയൊരു ചീനച്ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് നമ്മുടെ അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് ക്രഷ് ചെയ്ത് വെച്ചതാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ചില സ്ഥലത്ത് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കും, ചില സ്ഥലത്ത് എന്താ പറയുക ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കും. ഇന്ന് അതൊന്നും ഇല്ലാതെ ഉള്ളതാണ്. ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുകയാണ്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട്, അത് കാണിച്ചു തരാൻ വിട്ടുപോയി. അതെന്താണെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറയാം. അപ്പം ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞത് ഇതാണ്, പച്ചമാങ്ങ. അപ്പോൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് പച്ചമാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇന്ന് പച്ചമാങ്ങയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചെറിയ പീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു കുഞ്ഞു മാങ്ങയുടെ 1/4 ഭാഗം പോലും എടുത്തിട്ടില്ല, അതിൻ്റെയും പകുതി തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നീളത്തിൽ തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് എന്താ പറയുക ഒന്ന് ആവി കയറ്റി എടുക്കാം. അപ്പം ആവി കയറ്റുന്നതിന് ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് ആവി കയറ്റി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മാങ്ങയുടെ പുളിപ്പ് കൂടെ ഇതിലേക്ക് വരും. ഓക്കെ, അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, അതേമാതിരി കുറച്ച് കറിവേപ്പില മണത്തിന് വേണ്ടിയിട്ട്, അപ്പോൾ അതും കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ റെഡിയായി. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പം തന്നെ കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് കീറിയിട്ട്, അത് വലിയ കറിവേപ്പിലയാണ്, അപ്പോൾ ജസ്റ്റ് ഒന്ന് കീറിയിട്ട് ആ മണം വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കീറിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബാക്കി നമുക്ക് അവസാനം ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വീണ്ടും ഞാനത് അടച്ച് വയ്ക്കുകയാണ്. അപ്പം വീണ്ടും ഞാൻ പറഞ്ഞ പോലെ ഒരു 5 മിനിറ്റ് നന്നായിട്ട് ആവി കയറി ആ തേങ്ങയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ട് വരട്ടെ. അതിനുശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നല്ല മണം വരണ്ട കേട്ടോ. അപ്പം ഒരു കുത്തോളം ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വേണ്ട, ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം, അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് വരട്ടെ. ഇനി നമുക്ക് വിളമ്പുന്ന സമയത്ത് മാത്രം തുറന്നിട്ട് വിളമ്പിയാൽ മതി സദ്യക്കാണെങ്കിൽ. ഇപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞ ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം.
അങ്ങനെ നമ്മുടെ അവിയൽ റെഡി ആയിരിക്കുകയാണ്. ഞാനിത് സെർവ് ചെയ്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക്, വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഡ്രൈ അവിയലാണ്. അവിയൽ തന്നെ നമുക്ക് 2 ടൈപ്പിലുണ്ട്. കുഴഞ്ഞിരിക്കുന്ന അവിയലുണ്ട്, ഇതേപോലെ ഡ്രൈ ആയിട്ടുള്ള അവിയലുണ്ട്. കുഴഞ്ഞിരിക്കുന്ന അവിയൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം പുളിപ്പിന്. ഇതിൽ നമ്മൾ പച്ചമാങ്ങയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പുളിപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ പച്ചമാങ്ങയ്ക്ക് പകരം തൈര് ഒഴിച്ചിട്ടും അവിയൽ ഉണ്ടാക്കാറുണ്ട്. അത് ചിലപ്പോൾ ചില സമയത്ത് അത് കുഴഞ്ഞാണ് ഇരിക്കുന്നത്. ഇത് കണ്ടോ, ഇതെല്ലാ പച്ചക്കറികളും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു പച്ചക്കറി ആഡ് ചെയ്ത് കൊടുക്കാൻ വിട്ടുപോയി. ഞാൻ എടുത്തു വെച്ചു, പക്ഷെ കട്ട് ചെയ്തില്ല, അതുകൊണ്ട് ഇട്ടിട്ടില്ല. ഞാൻ കുറച്ച് മുമ്പ് കണ്ടത് പടവലങ്ങ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിലേക്ക് ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പടവലങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം എന്തായാലും എല്ലാവരും ഈ ഒരു സദ്യക്ക്, ഓണം സദ്യക്ക് അവിയൽ ഉണ്ടാക്കി നോക്കണം. ഞാൻ ഓണം സദ്യയുടെ എല്ലാത്തിൻ്റെയും റെസിപ്പീസ്, ഞാൻ ഇതുവരെ ഇട്ട എല്ലാ റെസിപ്പീസിൻ്റെയും പ്ലേലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ വീഡിയോയുടെ അവസാനം എൻഡ് സ്ക്രീനിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10-50ഓളം റെസിപ്പീസ് ഉണ്ട്. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.